ചോദ്യപേപ്പർ ചോർച്ച കേസിൽ മുഖ്യപ്രതി മുഹമ്മദ് ഷുഹൈബിന്റെ ജാമ്യാപേക്ഷയിൽ ഇന്ന് വിധി. താമരശ്ശേരി കോടതിയാണ് വിധി പറയുക. 4-ാം പ്രതി അബ്ദുൾ നാസറിന്റെ റിമാൻഡ് കാലാവധി ഇന്ന് അവസാനിക്കും. സമീർ സി മുഹമ്മദ് വിവരങ്ങളുമായി. സമീർ, കോടതി നടപടികൾ ആരംഭിച്ചോ? എപ്പോഴാണ് വിധി പ്രസ്താവം ഉണ്ടാവുക? കോടതി നടപടികൾ ആരംഭിച്ചിട്ടുണ്ട്. ഉടൻ തന്നെ ഇതുമായി ബന്ധപ്പെട്ട് വിധി പറയും എന്നാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. കഴിഞ്ഞ ദിവസം കോടതി ഈ കേസ് പരിഗണിച്ചിരുന്നു. അന്ന് ഇതുമായി ബന്ധപ്പെട്ടുള്ള വാദം പൂർത്തിയായിരുന്നു. അതുകൊണ്ട് തന്നെ ഇന്ന് വിധി പറയാനായി മാറ്റിവെച്ചതാണ്. ഈ കേസുമായി ബന്ധപ്പെട്ട് മുഖ്യപ്രതിയാണ് മുഹമ്മദ് ഷുഹൈബ്. 1-ാം പ്രതിയായിട്ടുള്ള മുഹമ്മദ് ഷുഹൈബ് ഇതുമായി ബന്ധപ്പെട്ട് പലതവണ പോലീസ് ചോദ്യം ചെയ്തെങ്കിലും അത്രമേൽ സഹകരിച്ചിരുന്നില്ല. ക്രൈംബ്രാഞ്ചിനോട് പറയുന്നത് കേസിലെ 2-ഉം 4-ഉം പ്രതികൾ തമ്മിലുണ്ടായിട്ടുള്ള കൂട്ടുകച്ചവടമാണ്, തനിക്കതിൽ ബന്ധമില്ല എന്ന് ആവർത്തിക്കുകയാണ് ചെയ്തത്. അതായത് കേസിലെ 2-ാം പ്രതിയായിട്ടുള്ള ഫഹദ് MS സൊല്യൂഷനിലെ അധ്യാപകനാണ്. അതുപോലെ തന്നെ മദീൻ ഹയർ സെക്കൻഡറി സ്കൂളിലെ മുൻ പ്രധാനാധ്യാപകനുമാണ്. ആ വ്യക്തിയും അതുപോലെ തന്നെ അവിടെ നിന്ന് പിടിയിലായിട്ടുള്ള പിയോൺ 4-ാം പ്രതിയാണ് അബ്ദുൽ നാസർ. ഈ 2 പേർ തമ്മിലുണ്ടായിട്ടുള്ള ഇടപാടുകളാണ് ഇത്തരം കാര്യങ്ങളിൽ എത്തിച്ചത് എന്നും അവർ ചോർത്തി നൽകിയ കാര്യങ്ങൾ താൻ യൂട്യൂബിലൂടെ പങ്കുവെച്ചു എന്നതല്ലാതെ ചോർത്തിയതിൽ തനിക്ക് പങ്കില്ല എന്ന് ആവർത്തിക്കുകയാണ് പ്രതി ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ പ്രതിക്ക് ജാമ്യം നൽകരുത് എന്നുള്ള ഒരു ആവശ്യമാണ് പ്രോസിക്യൂഷൻ മുന്നോട്ട് വെക്കുന്നത്. അതോടൊപ്പം തന്നെ മറ്റൊരു സംഭവം ഉള്ളത്, ഇന്ന് 4-ാം പ്രതിയായിട്ടുള്ള അബ്ദുൽ നാസറിന്റെ റിമാൻഡ് കാലാവധി പൂർത്തിയാകുകയാണ്. ഈ പ്രതിയെയും കോടതിയിൽ ഹാജരാക്കും. ഒപ്പം ഈ പ്രതി ഇന്ന് ജാമ്യാപേക്ഷ സമർപ്പിക്കാനുള്ള സാധ്യതയുണ്ട്. അനുജ, ശരി. ചോദ്യപേപ്പർ ചോർച്ച കേസിലെ പ്രതി മുഹമ്മദ് ഷുഹൈബിന്റെ ജാമ്യാപേക്ഷയിലാണ് അല്പസമയത്തിനകം താമരശ്ശേരി കോടതി വിധി പറയാൻ പോകുന്നത്.